Hello everyone. Welcome to Superstar Junior. Powered by Nirampara, Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Chatta, Sujata Chechi. And Stephen Chatta. And our celebrity guest Sharat sir. And നമ്മുടെ star orchestra Puligal. So നമ്മുടെ first contestant Anjana. Anjana. Superstar Junior. Anjana ready ആണോ? അഞ്ജലി നമ്മുടെ ക്വാർട്ടർ ഫൈനൽസ് ആണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ശരത് സാർ ഇവിടെ ഉണ്ട്. ശരത് സാറിന്റെ കുറെ പാട്ടുകൾ അഞ്ജന ഇവിടെ പാടാറുണ്ട്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റൗണ്ട്സ് നോക്കിയിട്ട് വരാം ആദ്യം. ഓക്കേ, ഏത് റൗണ്ടാ മോള് ചൂസ് ചെയ്യണേ? സ്കൂൾ ചോയ്സ്. സ്കൂൾ ചോയ്സ്. അഞ്ജനയുടെ സ്കൂളും സ്കൂൾ ചോയ്സും കാണാം. JV കൃഷ്ണ. ഇതെൻ്റെ സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് BR മെമ്മോറിയൽ സെൻട്രൽ സ്കൂൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഫേബ, കൃഷ്ണപ്രിയ, ജീന ആൻഡ് ജെനി. ഇനി ഇതെൻ്റെ മോൾ ക്ലാസ്സാണ്. Good morning, teacher. Morning, students. Sit down. So, ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ജയകുമാരി മാം. നല്ല വിനയമുള്ള കുട്ടി, മ്യൂസിക്കിനോടൊപ്പം തന്നെ അക്കാഡമിക് സൈഡും അയാളെ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കാം എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം. സോ അവരുടെ ഒപ്പീനിയൻ നമുക്ക് കേൾക്കാം. ഞങ്ങൾ പറയുന്നതിനെക്കാട്ടി നല്ലത് ഈ ക്ലാസ്സിൽ 2 പെറ്റ്സ് ഉണ്ട്, അബ്രാമും പ്രണവും. അവർ പറയും. ഹായ്. അഞ്ജന ഫൈനലിൽ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുകൊണ്ട് അഞ്ജനയ്ക്ക് ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ് അഞ്ജന. ഇനി നമുക്ക് എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ മിസ്റ്റർ ബാലഗോപാൽ സാറിനെ പരിചയപ്പെടാം. വരും നാളുകളിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായികയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉയരങ്ങളിലെത്തട്ടെ. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരാണ് ഈ സ്കൂളിലെ കൊയർ ടീം. ഈ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ ഇവർ തന്നെയാണ്. കാരണം ഈ സ്കൂൾ ചോയ്സ് എന്ന റൗണ്ടിൽ പാട്ട് സെലക്ട് ചെയ്ത് തരുന്നത് ഇവരാണ്. ഞങ്ങൾ അഞ്ജനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സിന്ദൂർ രേഖ എന്ന മൂവിയിലെ രാവിൽ വീണാനാദം എന്ന സോങ്ങാണ് ഞങ്ങൾ അഞ്ജനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ സ്കൂളിന്റെ ചോയ്സും ശരത്തിന്റെ പാട്ടാണ് അഞ്ജനയ്ക്ക്. ഓ ദൈവമേ, അവരുടെ ആഗ്രഹവും അഞ്ജന ശരത്തേട്ടന്റെ പാട്ട് പാടണം. സ്കൂളിലെ എല്ലാ ഫംഗ്ഷനും ശരത്ത് ഇതുവരെ മ്യൂസിക് ചെയ്ത എല്ലാ പാട്ടുകളും പാടിക്കഴിഞ്ഞോ? ശരത്തേട്ട, അപ്പൊ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി ഒരു സിനിമ കമ്പോസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് അഞ്ജനയെ കൊണ്ട് അതുപോലത്തെ ഒരു പാട്ടും കൂടെ പാടിക്കണം പാടാൻ വേണ്ടി. അതൊക്കെ അതൊരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ശരത് സാർ, ഈ പാട്ടിന്റെ എന്തെങ്കിലും ഒരു മെമ്മറീസ് എന്തെങ്കിലും? ഇതിൻ്റെ കമ്പോസിങ് രസമായിരുന്നു. കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ സിബിച്ചേട്ടനോടാണ് താങ്ക്സ് പറയേണ്ടത്. പിന്നെ രഘുനാഥ് പലേരി ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ അദ്ദേഹത്തിനോടും. അപ്പോൾ ഇങ്ങനൊരു പാട്ട് ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആണ് അതിലെ ഒരു മറ്റുള്ള സെറ്റപ്പുകളും. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സിബിച്ചേട്ടൻ ഇത് അങ്ങനെ ഓക്കെ പറഞ്ഞു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും സിബിച്ചേട്ടന് കുറേ താങ്ക്സ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാട്ട്. അതുമാത്രമല്ല, ദാസേട്ടൻ കുറേ ലേറ്റായിട്ട് രാത്രിയിൽ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ ഈ രാത്രി വരാറേ ഇല്ലടാ, ഇത് നിനക്ക് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു. പക്ഷെ അത് പുറത്ത് പറയാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് അത് തമാശയാണ്. അത് ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ദാസേട്ടൻ പാടാൻ വരുമ്പോഴും. അപ്പോൾ അത് പിന്നെ ഞാൻ വിജയുടെ അടുത്ത് പറഞ്ഞോളാം. അപ്പോൾ
അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എന്ത് പാടിയാലും നമുക്കത് ആ ശബ്ദത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ സുഖമാണ്. എന്ത് പാടിയാലും അല്ല, ദാസേൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിജയ്, ദാസൻ്റെ പച്ചത്തറി പറഞ്ഞാലും കേൾക്കാൻ നല്ല സുഖമാണ്. അങ്ങനെ ഒരു സൃഷ്ടിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. മോനെ എന്തൊക്കെയാലും എനിക്ക് ഇത് കമ്പോസ് ചെയ്യുമ്പോഴും ഇത് കൈതപ്ര അണ്ണാച്ചിയാണ് ലിറിക്സൊക്കെ എഴുതിയത്. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല പ്ലസൻ്റായിട്ടുള്ള അനുഭവമായിരുന്നു ഇതിൻ്റെ ഒരു കമ്പോസിങ് സെറ്റപ്പ്. മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. കാര്യം നമുക്കറിയാവുന്ന കുറേ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് വന്നതിൽ എനിക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു പ്ലസന്റ് അനുഭവം നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കൊടിയോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. താങ്ക് യു. അഞ്ജനക്കുട്ടി ഞങ്ങളൊന്നും പറയുന്നില്ല. അതെ, ഞാൻ വിചാരിക്കുന്ന രജത്ത് എന്താ പറയാൻ പോകുന്നത്. അതെ, ഞങ്ങളൊന്നും പറയില്ല, കാരണം അതിന്റെ ക്രിയേറ്റർ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട്. സോ നമുക്ക് ശരത് സാറിനോട് ചോദിക്കാം. സർ പ്ലീസ്. അഞ്ജന സർ, മനോഹരമായിട്ട് പാടി. താങ്ക് ആഹാ, അത് വളരെ ഈസി ആയിട്ട് പാടി. അത് വേണം, അതൊരു എന്താ പറയണ്ടേ, നിങ്ങളെപ്പോലുള്ളവർ പാടുമ്പോൾ നല്ലതായിട്ട് പാടുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന്. താങ്ക് യു. ഇത് എൻ്റെ പാട്ടെന്നല്ല, ആരുടെ പാട്ടാണെങ്കിലും. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ഞാൻ ചെയ്തുകൊണ്ട് ഒരു അരപ്പവൻ സന്തോഷം കൂടുതൽ, അത്രേ ഉള്ളൂ. ആ ഒരു റെക്കോർഡിങ് നടന്ന സമയവും ഒക്കെ ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഒരു സന്തോഷം തോന്നി മോള് പാടിയപ്പോൾ. താങ്ക് യു. നീ എൻ്റെ എല്ലാ പാട്ടുകളും ഇവിടെ എടുത്തിട്ട് പൊളിച്ചെടുക്കുകയാണെന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട് എനിക്ക്. ഇത് നിങ്ങളുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന്. സാറാ കുട്ടിക്ക് പൈസ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാലും കൊള്ളാം. ഓർക്കസ്ട്രയും എല്ലാ പുലികൾക്കും നന്ദി. മോളെ അത് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും എന്താ പറയണ്ട, നമ്മൾ ഓരോ ലെവൽ, ഓരോ തലങ്ങൾ കണ്ടെത്തണം സംഗീതത്തിൽ. അതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. മോളെ ഞാൻ ഒരു ചെറിയൊരു കാര്യം ഇത് പറയാൻ, ഇപ്പം രാവിൽ വീണാനാദം പോലെ രാവിൽ സന്ധ്യാഗീതം പോലെ, അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ. അനുരാഗം പോലെയാണ് അല്ലേ? പോലെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വികാരമാണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ അടുത്ത ലൈൻ എന്തായിരുന്നു നമ്മളെ മറന്നു, ഈ ചിരിയായിട്ടിടയ്ക്ക് അത് പോയി. ഇളകുന്ന കുളിരോളം. അല്ലല്ല, അതിനു മുമ്പ് വേറെണ്ണം കൊണ്ടുണ്ട്. അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ എന്താണ് ഇളകുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയണ്ട, അത് പ്രധാനമായിട്ട് നോക്കിക്കോണം മോള്. അപ്പോഴേ ആ ചെറിയ നിഷാദത്തിൻ്റെ സുഖം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വലുതിൻ്റെ സുഖമാണ്. അപ്പം ഓരോ നോട്ടിനും അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ചുമ്മാ എന്നാൽ ഞാനിപ്പം ചെറിയ നിഷാദ് ഉപയോഗിച്ച് കാണിച്ച് തരാവിടാ എന്ന് പറഞ്ഞിട്ട് കമ്പോസ് ചെയ്തതല്ല. അപ്പം അത് നമുക്കൊരു ഫ്ലോ ഉണ്ടാവണം, അതേ ഉള്ളൂ. അല്ല ചരണത്തിൽ എന്താണ് മോളിൽ ലിറിക്ക് എന്താണ്? ചന്ദന നൗകയിൽ ചന്ദന നൗകയിൽ സർപ്പം പാട്ടിലൊഴുകി വന്നു ഞാൻ. എന്താണ്? പാരിടമാകവി തന്നെ പാടണം. പിന്നെ മറ്റൊക്കെ നീ അസാധ്യമായിട്ട് പാടി. ധീര ഓണവില്ലിൻ്റെ പൂക്കിലഞ്ഞുറിയുമൊരോർമ്മയിൽ പൂക്കിലഞ്ഞുറിയുമൊരോർമ്മയിലമൃതര. ആ പൂക്കില പാടുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്താണ്?
പൂക്കിലഞ്ഞുറിയുമൊരോർമ്മയിൽ എല്ലാം കണക്ട് ചെയ്യണം. പൂക്കിലഞ്ഞുറിയുമൊരോർല്ല പൂക്കിലഞ്ഞുറിയുമൊരോർമ്മയിലമൃത ഓക്കെ. അപ്പോൾ അത് മോളെ അത് കുറച്ചും കൂടെ എന്താ ഞാൻ പറയുന്നത്, ഓരോ പാട്ടുകൾ നമ്മൾ അകത്തോട്ട് ഇറങ്ങുമ്പോൾ അതിനെ വെറും സംഗതിയായിട്ട് കാണാണ്ടിരിക്കുക. അതിനുള്ളിലൊരു ജീവനുണ്ട്, ഒരു സോളുണ്ട്, അതിനെ കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് സംഗതിയൊക്കെ ചുമ്മാ വന്നോളൂ, എന്താ സംഗതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് കുറേ ഇഷ്ടമായി മോളെ നീ പാടിയത്. നമ്മൾ പറയാതിരിക്കും. ഇത് ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ട് അത് മോൾക്ക് കുറച്ചും കൂടെ എൻ്റെ ഫീല് മനസ്സിലാവട്ടെ എന്ന് നീ ഒരു കുഞ്ഞായതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും എൻ്റെ പാട്ടുകൾ ഇങ്ങനെ എടുത്ത് നീ ആളുകൾ ജനങ്ങളെ മുഴുവൻ വലയ്ക്കുന്നു എന്ന് അറിഞ്ഞതിലൊരു ചെറിയ വിഷമം ഇല്ലാതില്ല. അപ്പോൾ എന്തൊക്കെയാലും മോളെ എനിക്കിത് ഞാൻ പറഞ്ഞത് നിനക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. കുറേ ഇഷ്ടമായി. താങ്ക് യു. അവൾ മോള് നല്ല ലെവലിൽ വളർന്നു വരണം. അവൾ സുജാത ചേച്ചി, അടുത്ത ജനറേഷനിൽ ഏതായാലും ശരത്തിൻ്റെ പാട്ടുകൾ പാടാൻ ഒരു ഗായിക കിട്ടി. ശരത്ത് പറഞ്ഞ ഒരു കാര്യം നമ്മളും എപ്പോഴും പറയേണ്ട സംഗതി മാത്രമല്ല, സംഗതിക്കൊരു അർത്ഥമുണ്ട്. അത് ശരത്ത് പാടി കാണിച്ചു തന്നു. അത് മോൾക്ക് മനസ്സിലായി കാണും. മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, വളരെ ഷാർപ്പാണ് സിംഗിങ്ങിൽ. മോള് സംഗതി എന്ന് പറഞ്ഞാൽ മോൾക്ക് ഈ മോള് ആലോചിക്കാതെ തന്നെ അങ്ങോട്ട് വരികയാണ്. ഫീല് നല്ലതായിരുന്നു. ഈ പാട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അവസാനത്തെ ഇതൊക്കെ ഒരു ഈ വയസ്സിൽ ഒരു കുട്ടിക്കും പാടാൻ പറ്റില്ല, വലിയ വയസ്സിലും പാടാൻ പറ്റില്ല. അത്ര ഡിഫിക്കൽട്ടാണ് അത് മനസ്സിലാക്കാൻ തന്നെ. അത് ആദ്യത്തേന് കറക്റ്റായിരുന്നു നോട്ട്സൊക്കെ. ഒരു ആണോ അത് വായിച്ച് അതിൽ വായിച്ച എങ്ങനെ ഇരിക്കും അതുപോലെ പാടി. ഞെട്ടിപ്പോയി ഫസ്റ്റ് ചരണത്തിൻ്റെ അത്ര പ്രിസിഷനായിരുന്നു. മോൾക്ക് എല്ലാ പാട്ടിലും അതാണ്. ഒരൊറ്റ അടിക്ക് ഒരു പാട്ട് ഫുൾ എറേഴ്സ് ഇല്ലാതെ പാടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. ശരത്തേട്ടൻ പറഞ്ഞു തന്നൊക്കെ ഫോളോ ചെയ്യാം. മോളുടെ ഐഡലാന്നറിയാം ശരത്ത്. നേരെ മുമ്പിൽ ഇരുന്ന് തന്നെ പറഞ്ഞു തന്നു. മോളുടെ ഒരു ഭാഗ്യ മുഹൂർത്തമാണിത്. ആൻഡ് ഞാൻ ആ പാടിയ പോഷൻ ആലവട്ടങ്ങൾ എന്തുമി ഞാൻ പഞ്ചീതാണ് പാടിയത്. കാരണം മേലെയും അത് ഡ്യൂവറ്റായിട്ട് മോള് പഞ്ചൊന്നുമില്ല, ചുമ്മാ കള്ളം പറയാ. പഞ്ചൊക്കെ ഇപ്പോഴാ. അത് മോനായിട്ട് ഇടയ്ക്കിടെ ഈ പഞ്ച് കൊടുക്കാത്തതിൻ്റെ കുറവാണ്. ചേച്ചിയുടെ തൊണ്ടയ്ക്കല്ല കുഴപ്പം, മണ്ടയ്ക്കാ. അപ്പൊ മോള് അത് ഡ്യൂവറ്റ് ഒറ്റയടിക്ക് പാടുക. മറ്റേ ഇതിലേ കഴിഞ്ഞിട്ട് വരില്ലേ, ഇതിലേ നിർത്തിയതും കറക്റ്റായിരുന്നു, അടുത്ത് തുടങ്ങണതും കറക്റ്റ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തെറ്റട്ടെ എന്ന് ആലോചിച്ചു പോയി. ദൈവം സഹായിച്ച് നല്ലതായിട്ടിരിക്കട്ടെ. ഇനിയും മോൾക്ക് എന്താ ഒരു കുറവുള്ള സിംഗിങ്ങിൽ ആ കുറവുകളൊക്കെ നികത്താൻ ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു. വിജയ് ചേട്ടാ. അഞ്ജന ചേട്ടാ, സോ അഞ്ജനയുടെ ഡ്രീം മോമെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അത് കണ്ടു ശരിക്കും. യു ആർ ഓൾസോ എൻജോയിങ് ഇറ്റ്. അത്രയും ഫോക്കസ്ഡ് ആയിരുന്നു ആൻഡ് it paid off. And that's you sounded really superb. Thank you. And duet കേട്ടാണ് പഠിച്ചത് അല്ലേ? സോ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ അത്രയും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഭവം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നത് അത്ഭുതം തന്നെയാണ്. അത് is a great blessing that you have. So keep that going. ഞങ്ങളൊക്കെ ഇങ്ങനെ അല്ലാണ്ട് ഉള്ള പാട്ടുകൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ തൻ്റെ ഐഡലായിട്ടുള്ള ആൾ തന്നെ ഈ പാട്ടിൽ എങ്ങനെ ആ ഫീൽ കൊണ്ടുവരണം എന്നും കൂടെയും പറഞ്ഞു തന്നു. സോ അത് മനസ്സിൽ വയ്ക്കുക. അപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും, ദാറ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് വളരെ അപൂർവമാണ്. And those are the ones who make it to that legendary status. That's also എന്താണ് എവിഡൻറ്റ് എന്ന് നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര മാഷായാലും ദക്ഷിണാമൂർത്തി സ്വാമി തൊട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ ശരത്തേട്ടൻ, എം ജയചന്ദ്രൻ ചേട്ടൻ, അങ്ങനെ അവരൊക്കെ പാടാനും പറ്റുന്നവരൊക്കെയാണ്. സോ ദാറ്റ്സ് വൈ ദ കമ്പോസിഷൻസ് ആർ സോ ബ്യൂട്ടിഫുൾ ഓൾസോ. സോ യാ, അപ്പോൾ അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. ചേട്ടാ, അഞ്ജനക്കുട്ടിയുടെ സേഫ് സോൺ പാട്ടുകളാണ് അതൊക്കെ. സേഫ് സോണായിട്ട് സേഫായി എന്നുള്ളൊരു സംഭവത്തിൽ വരുന്ന പാട്ടുകളാണ്. രണ്ട് കാര്യം അതിലെന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരച്ഛേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ.
ദൈവം അച്ച് ഇങ്ങനെ ഉണ്ടാക്കി പേര് എഴുതി ശരത്ത് എന്നിട്ട് അച്ഛ അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചു. ഞാൻ അച്ചില്ല. ആസ് യൂഷ്വൽ അഞ്ജന ഈ പാട്ടും സ്കോർ ചെയ്തു. എനിക്കും നല്ല ഇഷ്ടമായി. ഫീലിനും ഒക്കെ നല്ല ഒരു കുറവുമില്ലായിരുന്നു. നല്ലതായിട്ട് പാടി. യു ടോക്ക് ഇറ്റ് വെരി വെൽ. നല്ലൊരു പ്രൊഫഷണൽ ടച്ചും അതിലുണ്ടായിരുന്നു. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഈ ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത്ര നാളെ നടന്നിട്ടുള്ളത് അഞ്ജന പാടിയൊരു പാട്ടിൻ്റെ ക്രിയേറ്ററും അതിൽ പാടിയ ഒരാളും കൂടെ ഒരുമിച്ചിരിക്കുന്ന സോ അതൊരു ഹാപ്പി മൊമെന്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ആൻഡ് അഞ്ജന ഈസ് ലക്കി ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you so much. ഇനി എന്താ വേണ്ടേ? ഇനി ബാക്കി മാർക്സ് വേണ്ടേ? അപ്പോൾ അതിലേക്ക് കിടക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. സുജാത ചേച്ചി ആൻഡ് ശരത് സർ കോമ്പിനേഷൻ ഒരുമിച്ച് ഒരു മാർക്ക് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. 9.5. ഓക്കെ, വിജയ് ചേട്ടാ. ഓക്കെ, കോമ്പിനേഷൻ അനുരാഗം. എനിക്ക് ശരത്തേട്ടൻ പറഞ്ഞ കുറച്ച് ഉപദേശങ്ങൾക്ക് ഒരു അരമാർക്ക് കുറയ്ക്കേണ്ട വന്നു. പ്രണയരാവിൽ 28.5. എന്ത് സ്കോറാണത്? എന്താ പറയാ, ഒരു ഒറിജിനൽ സോങ് ദാറ്റ് ഈസ് ലൈക്ക് കമ്പോസർ ആൻഡ് സിംഗർ ഒക്കെ ഇരിക്കുമ്പോൾ ഇത്രയും ഒരു ഹൈ സ്കോർ. ഹാപ്പി അല്ലേ സഞ്ജന? അപ്പൊ അടുത്ത വർഷം നമ്മൾ 30 ആണ് എയിം ചെയ്യണേ അല്ലേ? അങ്ങനെ ആവണം. വഞ്ജന ചേട്ടാ, സ്കൂൾ ചോയ്സ് റൗണ്ട് ആയിരുന്നു. ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന് അവരാണ്. അപ്പൊ അവർക്കൊരു വലിയ താങ്ക്സ് പറയണ്ടേ? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വളരെയധികം നന്ദി, ഇത്രയും നല്ലൊരു പാട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തന്നതിന്. അതെ, അതെന്തായാലും താങ്ക് യു സോ മച്ച്. അഞ്ജനയുടെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും, കാരണം അഞ്ജന ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പാട്ട് സെലക്ട് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ് അഞ്ജന. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Are you ready to welcome the one and only KS Chitra? എപ്പോഴും കുട്ടികളോടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്ര ഈ സംഗീതവേദിയെ ധന്യമാക്കാൻ എത്തുന്നു. Welcome back to Superstar Junior. So let's welcome our next contestant, Anne Benson. എന്താണിത്? ഇതെന്താണിത്? ഇത് പെട്ടെന്നൊരു ദിവസം വളർന്നാണോ? അല്ലേ? വെച്ചതാണോ? അതൊക്കെ ഡാൻസും പാട്ട് എന്തൊക്കെയോ സംഭവം. എന്തായാലും ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. ഏത് റൗണ്ടാ? ഞാൻ AR Rahman ഹിറ്റ്സ്. AR Rahman ഹിറ്റ്സ്. ഓക്കെ, ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പറയൂ നോട്ടെ. എനങ്ങരുത്. പറഞ്ഞോളൂ. ഞാൻ AR Rahman ഹിറ്റ്സിൽ കണ്ടുകൊണ്ടേം കണ്ടുകൊണ്ടേ എന്ന ഫിലിമിലെ കണ്ണാമൂച്ചി. What a lovely song. Okay, all the best. Thank you. കണ്ണാമൂച്ചി ഈനടാ കണ്ണാമൂച്ചി ഈനടാ എൻ കണ്ണാ കണ്ണാമൂച്ചി ഈനടാ എൻ കണ്ണാ ഞാൻ കണ്ണാടി പൊരുൾ പോലടാ കണ്ണാമൂച്ചി ഈനടാ എൻ കണ്ണാ ഞാൻ കണ്ണാടി പൊരുൾ പോലടാ அந்த நதியின் கரை நான் கேட்டேன் அந்த காற்று எரிக்கையும் கேட்டேன் அந்த
ഉദടുകളീരമായി വാർത്ത് കരഞ്ഞിടവാ കണ്ണാമൂച്ചീനടാ എൻ കണ്ണാണ കണ്ണാടി പൊരുൾ പോലടാ എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നല്ല രസമുള്ളൊരു പാട്ടല്ലേ? പാടി ഞങ്ങളതൊക്കെ കേട്ടു. പക്ഷെ പാടുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചിമാരൊക്കെ കൂടി ഫുൾ ഡാൻസും. അതുകൊണ്ടാണ് ഡാൻസ് ചെയ്യാനേ. അത് ശരി. അപ്പൊ നമുക്ക് ചോദിക്കാം. യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് ശരത് സർ. മോളെ നന്നായിട്ട് പാടി. മൊത്തത്തിൽ കാണാനും മോളെ കാണാനും തിരുപ്പൻ അഴിഞ്ഞു പോയത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അത് മോടെ പുറകിൽ നടന്ന ഒരു സംഭവമാണ്. അല്ല, അഴിഞ്ഞില്ല, അതെ, അഴിഞ്ഞതുകൊണ്ടാ ലോ ആയത് തിരുപ്പൻ. അത് പേരെന്താ? തിരുപ്പനോ? തിരുപ്പൻ. അല്ല, സ്റ്റീഫൻ എന്തിനാ തിരുപ്പനെ പറ്റി തിരക്കുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കാം തിരുപ്പൻ. മുടിയെന്നല്ലേ പറയാ? അതല്ല, എക്സ്ട്രാ ചേർക്കില്ലേ? മോളെ തിരുപ്പൻ ഒരെണ്ണം പോകുമ്പം നമ്മുടെ സ്റ്റീഫന് കൊടുത്തേക്കണം. അതിനെപ്പറ്റി എനിക്ക് തന്നോ? എനിക്ക് ആവശ്യം വരും. അതല്ല, ആവശ്യം വരുന്ന ഒന്നും മതിയാവില്ല. അപ്പം മോളെ നന്നായിരുന്നു. നല്ല ഉഗ്രം പാട്ട്. മോളെ എന്താ പറയണ്ട, അതിൻ്റെ ഒരു സുഖത്തോടെ പാടി. പിന്നെ കുഴപ്പമില്ല, കുഞ്ഞല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനോ അല്ലെങ്കിൽ സുജാത ആൻറ്റി ഇങ്ങനെ നോക്കി ഒന്ന് ചിരിപ്പിക്കണം, അല്ലെങ്കിൽ ആൻ പിന്നെയും ഉള്ളിലോട്ട് ഇങ്ങനെ പോകും. എന്താണ് ആരൊക്കെയോ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെയൊക്കെ. അതൊന്ന് മാറ്റിയെടുക്കണല്ലോ നമുക്ക്. എന്താ ചിരിക്കാൻ? അതെ, പക്ഷെ അത് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് മുമ്പിലിരുന്ന് ഓർപ്പിക്കാൻ പറ്റില്ല എപ്പോഴും. ഞാനിങ്ങനെ കേട്ടു ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഒരാൾ എനിക്ക് ഇൻഫർമേഷൻ തന്നു. അതായത് അമ്മ പാട്ടൊക്കെ പറഞ്ഞു തന്നാൽ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കേൾക്കില്ല, ഇങ്ങനെ ഉഴപ്പി നടക്കും, ഓടി അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുന്നൊക്കെ. ആ പ്രായമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ശരിയല്ലേ? ആണല്ലേ? എൻ്റെ അതേ സ്വഭാവം. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ. ഞാൻ ജീവിതത്തിൽ ഒരു കോമ്പറ്റീഷനും പോലും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉഴപ്പി നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ആരും അറിഞ്ഞില്ല. പക്ഷേ ഇവിടെ കോമ്പറ്റീഷന് വരുന്ന സ്ഥിതിക്ക് ഇവിടെ പാടാൻ ഇങ്ങനെ ഇത്രയും പേരുടെയൊക്കെ മുമ്പിലൊക്കെ വന്ന് പാടുന്നുണ്ട്. ആ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ച് അമ്മ പറഞ്ഞു തരുന്ന പോലെയൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കേട്ടാലേ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയ പോലെ പോവും.
എസ്പെഷ്യലി ശ്രുതി. ഇനി അപ്പോൾ ആൻ സൂക്ഷിക്കേട്ടാ. ഇനി എല്ലാ പാട്ടും പഠിക്കുമ്പോഴത്തേക്കും ഒരു സാഡ് സോങ് ആണെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്കൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഹാപ്പി ലവ് സോങ് ആണ്, ഒരു റൊമാൻറ്റിക്, ഒരു ഒരാളെ പറ്റി ആലോചിച്ച് പാടുന്ന ഒരു സോങ് ആണ്. അപ്പോൾ അത് ആ ചിരി ഇല്ലെങ്കിൽ ആ ഫീൽ ഡ്രോപ്പ് ആവും. ഓക്കെ? ആ, ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞു തരൂല്ല ഏട്ടാ. ഓക്കെ. Okay, thank you so much. സുജാത ചേച്ചി. ഹാൻ ചൂസ് ചെയ്ത പാട്ടൊരു ഉഗ്രം പാട്ടാണ്. ആൻ അസലായി പാടി. കുറേ സ്ഥലങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയണമെന്ന് വിചാരിച്ച് മറന്നുപോണ ഒരു കാര്യം, ആൻ ലിറിക്സ് മിക്ക പാട്ടുകളുടെയും ഒരുപാട് തെറ്റിക്കുന്നുണ്ട്. എസ്പെഷ്യലി തമിഴ് സോങ്സ്, തമിഴ് പാടിയതൊക്കെ. തമിഴ് കറക്റ്റായിട്ട് എഴുതിയെടുത്ത് അത് അമ്മയും കൂടെ ലക്ഷ്മിയും കൂടെ ഒന്ന് ഇരുന്ന് അവളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പോയിന്റ് അതാണ് അല്ലേ? പറഞ്ഞു കൊടുക്കുമ്പോൾ മിക്കവാറും അത് ശ്രദ്ധിക്കാൻ ഓടുമായിരിക്കും. അമ്മ പിന്നെ മലയാളത്തിൽ എഴുതി തന്ന അങ്ങനെയാണ്. ആണോ? അപ്പൊ അമ്മയാണ് തെറ്റി പഠിപ്പിച്ചത്. എന്ത് കഷ്ടാ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് ശ്രുതി അങ്ങിങ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഡിഫിക്കൽട്ട് സോങ് ആണ്. മോളുടെ പ്രായത്തിന് മോൾ അസലായി പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അതിലൊരു രാഗം സഞ്ചരിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് യു കെപ്റ്റ് ദാറ്റ്. രാഗത്തിൻ്റെ സഞ്ചാരം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു. താങ്ക് യു, നന്നായി പാടി. Thank you so much. അപ്പോ മാർക്സ് അറിയാം. ഓക്കേ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റീഫൻ ചേട്ടാ. 8.5. Thank you, സുജാത ചേച്ചി. Thank you, വിജയ് ചേട്ടാ. അടിപൊളി. സ്വന്തമായിട്ട് തന്നെ ഹാപ്പിയാണ്. അപ്പൊ അടുത്ത പെർഫോമൻസിന് തകർക്കും. ഓക്കേ, സ്മാർട്ടായി അതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. രജത്, സോ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഋതിക. എന്നാലും എന്താണ് ഭയങ്കര ഹെവി ഡ്രസ് ആണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഫുൾ ഭയങ്കര ഡ്രസ്ഡ് അപ്പ് ആണ് എല്ലാവരും ഭയങ്കര എന്താ പറയുക. ആക്ച്വലി ഇപ്പൊ പാട്ടിന് മാത്രമല്ല, ഡ്രസ്സിങ്ങിലും പെർഫോമൻസിലും എല്ലാത്തിലും 1-on-1 ആയിട്ട് ഇപ്പൊ കട്ടക്കി നിൽക്കുകയാണ്. പേടിയുണ്ടോ ക്വാർട്ടർ ഫൈനൽസ് അതിന്റെ? ക്വാർട്ടർ ഫൈനൽ എന്താ, അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പൊ ശരത് സാർ ഉണ്ട്, നമ്മുടെ ലവ്ലി ജഡ്ജസ് എല്ലാവരും ഉണ്ട്. അതിന്റെ ടെൻഷൻ ഉണ്ടോ? ഇല്ല. അതാണ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, നൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഏത് റൗണ്ടാന്ന് അറിയണം. ഏത് റൗണ്ടാ? ഇളയരാജ ഹിറ്റ്സ്. ഓക്കെ, അപ്പൊ ഏത് സോങ് ആണ്? ഞാൻ ഇന്ദ്രനീ നാളെ എന്ന മൂവിയിലെ പൊൻവാനം പനിയെ തോകുത്. ഓക്കെ, അപ്പോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി ജാനകി അമ്മയുടെ അല്ലേ? ഓക്കെ, ബ്യൂട്ടിഫുൾ മെലഡി. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ചേച്ചി.
மலர்ந்த பின்பு மூடுமோ பட்டு பூங்கொடி படர இடம் தேடுமோ மலர்கடை பாயாதோ மதுகுடம் சாயாதோ மலர்கடை பாயாதோ மதுகுடம் சாயாதோ இந்த வெள்ளை மல்லிகை தேவ கன்யகை தானமா இந்த வெள்ளை மல்லிகை தேவ கன்யகை தானமா மழை காமன் காட்டில் பெய்யும் காலமம்மா பொன்பானோ பன்னீர் தூவது இந்நேரம் அட எண்ணம் நேருது வண்ணம் மாறுது கண்ணூரம் பொன்பானோ பன்னீர் தூவது இந்நேரம். We have a very special celebrity guest with us. ആരാണെന്ന് കാണണ്ടേ? ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഗായകൻ ഹരിഹരൻ ഈ കുരുന്നു ഗായകർക്കൊപ്പം ചേരുന്നു. കുട്ടി melodious song and melodious rendering. And sang very beautifully. Thank you, ചേച്ചി. Okay. അപ്പോൾ നമുക്ക് ഇനി കമന്റ്സ് ഓക്കെ ഇളയരാജ ഫാൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം രാജ സാറിന്റെ പാട്ടിനെ കുറിച്ച്. ശരത് സർ. മോള് സൂപ്പറായിട്ട് പാടി മോള്. താങ്ക് യു. പ്രത്യേകിച്ച് രാജാ സാറിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരു ബാറ് പോലും കളയേണ്ടതായിട്ടില്ല. മറ്റേ ബാറല്ല കേട്ടോ കുഞ്ഞ്, നിനക്ക് അതിനുള്ള വയസ്സായിട്ടില്ല. എല്ലാം ഓരോ ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. പിന്നെ എന്തോ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എന്തും അറേഞ്ച് ചെയ്യുന്നത് സാർ. ഇപ്പോൾ രാജാ സാറിന് പകരം ഒരാളേ ഉള്ളൂ. ആരാണ്? പറമോളെ അറിയില്ലേ? രാജാ സാറിന് പകരം ഒരാളേ ഉള്ളൂ. ആരാണ്? പറയൂ. അത് തന്നെ, അത്രേ ഉള്ളൂ. മോളു, എനിക്കിപ്പോൾ ശരത്തങ്കിളിൻ്റെ കാര്യം പറയാം. എനിക്ക് ഇവിടുന്ന് ശരത്തങ്കിൾ ചെന്നൈയിൽ പോയി പാട്ട് പഠിത്തവും എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണ അദ്ദേഹത്തിന് ഗുരുവായി കിട്ടിയതാണ്. എനിക്ക് ജീവിതത്തിൽ ഞാൻ ഏറ്റവും എൻ്റെ ചെയ്ത ഈ ജന്മങ്ങളെല്ലാം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ബാലമുരളി സാറിന് എൻ്റെ ഗുരുവായിട്ട് കിട്ടിയത്. പിന്നെ രാജാ സാറിൻ്റെ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങി. അവസാനം ഒരെണ്ണം മാത്രം സംഭവിച്ചു. ബാറ്റാക്കാർ ഭയങ്കരമായിട്ട് അഭിവൃദ്ധിപ്പെട്ടു. കാര്യം എൻ്റെ ഷൂ തേഞ്ഞ് കഴിഞ്ഞ് ഞാൻ വേറെ ചെരുപ്പുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. സാറിനെ കാണാനും പറ്റിയില്ല. അപ്പം പിന്നെ ഇനി നടക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു സാറിന് ട്രാക്ക് പാടിയിട്ടുണ്ട് പണ്ട്. പക്ഷേ അത് ട്രാക്ക് പാടി എൻ്റെ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ബാലുവണ്ണം പാടി പോയത്, SPB സാർ പാടിയിട്ട്. അപ്പം ഞാൻ നീ എങ്ങനെ രാജാ സാറിൻ്റെ പാട്ട്? അത് നടക്കത്തില്ല. അതൊരു സ്വപ്നമായിട്ട് ചരിത്രങ്ങളുടെ മുന്നിൽ. പക്ഷേ എനിക്ക് കുറേ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു പാട്ട് ചുമ്മാതെങ്കിലും ഒന്ന് പാടണം. അപ്പോൾ അതിങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിലൊരു രാവിലെ എനിക്കിങ്ങനെ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോൾ വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ രാജാ സാർ എന്ന് പറഞ്ഞാൽ വീട് മരിക്കുമെന്ന്. അപ്പോൾ യുവമാരൊക്കെ ചിലതിങ്ങനെ പറ്റിക്കാറുണ്ട്. ആ ശ്രീരാഗിൻ്റെ അടുത്ത് വരൂ, എവിടെ രാജാ സാർ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുമ്പോൾ അതൊരു ഹോട്ടലാണ്. പിന്നെ യവന്മാർക്കൊക്കെ ഫുഡും മേടിച്ചു കൊടുക്കണം അവിടെ പോയി. നഷ്ടവും വിഷമവും. അപ്പോൾ അങ്ങനെ ഉടായി പാടോ എന്നറിയാൻ വേണ്ടി ശരത്തങ്ങൾ ഫോൺ ചെയ്തു. തിരിച്ചു ചോദിച്ചപ്പോൾ യഥാർത്ഥമായിട്ട് പ്രസാദ് സ്റ്റുഡിയോ ആണ്. സാറ് വിളിച്ചു വന്നു. എപ്പോഴെങ്കിലും എനിക്കാണെങ്കിൽ നമ്മൾ പാടി നോക്കിയിട്ട് കുറേ കാലമായി. പെട്ടെന്ന് വീട്ടിൽ പോയി വൃത്തിയായിട്ട് കുളിച്ച് ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാക്ടീസ്, ഒരു ക്യാപ്സ്യൂൾ പ്രാക്ടീസ് നടത്തിയിട്ട് ഞാൻ സാറിനെ കാണാൻ പോയി. അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഞാൻ നമസ്കാരം കാലേ വീണ് കിടന്ന് പിന്നെ പിടിച്ചെണീപ്പിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. പിന്നെ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയ ഒരു അമൃതവർഷിണി വർണ്ണം ഉണ്ടായിരുന്നു. അത് പാടി കേൾപ്പിച്ചു. സാറ് പറഞ്ഞു ശരി ശരത്ത് இந்த പാട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞ് സാറ് തന്നെ എഴുതിയ പാട്ടാണ്. എഴുതി ഞാൻ പാട്ട് പഠിച്ചു. പാട്ടൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ നുള്ളി നോക്കുക, ഇതൊക്കെ നടക്കുന്ന സത്യമാണോ?
അതാണ് നുള്ളി എൻ്റെ കൈ മുറിഞ്ഞു. അത്രയ്ക്ക് ഞാൻ നുള്ളി നോക്കി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പാട്ടൊക്കെ പഠിച്ച് ഞാൻ പാടാൻ പറഞ്ഞ് ഞാൻ പാടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു ആഡ്ലി പോർഷനും കൂടെ ഉണ്ട് ശരത്ത്, അതുകൂടെ പാടെന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ അർത്ഥം പറഞ്ഞ് തന്നിട്ട് പാടിച്ചു. അത് താരതപ്പട്ടൈ എന്ന് പറഞ്ഞ് ബാലാസാറിൻ്റെ പടത്തിലെ പാട്ടായിരുന്നു അത്. അപ്പോൾ ഇത് ഞാൻ പാടി, അത് ശുഭമന്തരാളി രാഗത്തിലെ പാട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ശരത് ശുഭമന്തരാളിയിലെ ശോകമുണ്ട്, പക്ഷേ ശോകം പാടില്ല, കുറച്ച് അഹങ്കാരത്തോടെ പാടണം എന്നൊക്കെ പറഞ്ഞാൽ പാടിച്ചത്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ആ സമയത്ത് മൊത്തം കൺഫ്യൂഷനായി ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന ഓരോ ആഗ്രഹങ്ങളുടെ കാര്യമാണ്, അതുകൊണ്ടാണ് മോക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ രാജാ സാറ് വന്നു, പാട്ട് പ്ലേ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് മുമ്പിലാണ്, അവിടെ നേരിട്ട് നിന്ന് പാടണം നമ്മൾ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ കേട്ടോ. സാറ് മുമ്പിൽ നിൽക്കും, അപ്പോൾ നിന്ന് പാടി. സാറ് പാട്ട് പ്ലേ ചെയ്തു, ഒരു തവണ പ്ലേ ചെയ്തിട്ട് പിന്നെയും പ്ലേ ചെയ്തു. പിന്നെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് BP കയറി. കല്യാണം കഴിച്ചപ്പോൾ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. വല്ലാണ്ട് ആകെ പേർത്തൊഴുകി ഇപ്പം സാറെന്താണ് പറയാൻ പോകുന്നതെന്ന് ശരത്തങ്ങൾ അറിഞ്ഞൂടാ. പിന്നെ ഞാനിങ്ങനെ ദൈവത്തിനെ പോലെ കരുതുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് ആകെപ്പാടെ മാനസികമായിട്ട് ഞാനിങ്ങനെ എന്ത് സംഭവിക്കും. അപ്പോൾ സാറിങ്ങനെ വന്നിട്ട് എൻ്റെ ഇങ്ങനെ 2 കവിളിലും പിടിച്ചിട്ട്, നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നു ശരത് എന്ന് ചോദിച്ചു. ഇത്ര എനിക്കറിയാവൂ. പിന്നുള്ള ഒരൊറ്റ ശബ്ദമായിരുന്നു, ഞാൻ കരഞ്ഞു, ഒറ്റ നിലവിളി. ഞാൻ കരഞ്ഞിട്ട് രാജാ സാറിൻ്റെ കർച്ചീഫ് എടുത്ത് എൻ്റെ കണ്ണീര് പിടിച്ച് ഓക്കെ ശരത് ഓക്കെ എന്ന് പറഞ്ഞു. അത്ര പക്ഷേ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഇതുവരെ രാജസ്ഥാന് പാടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ആഗ്രഹം സാറ് പാടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മാനസികമായിട്ട് ശരത്തം കൊണ്ട് സന്തോഷമല്ല, വിഷമം അങ്ങ് അറ്റത്തായി. അടുത്ത ദിവസം രാവിലെ രാജാ സാറ് ഫോൺ ചെയ്തു, വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വരച്ച കറക്ഷൻ എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇളയരാജയ്ക്ക് തൃപ്തിയായിട്ട് ചെയ്യുകയാണ്, മ്യൂസിക്കിന് പൈസ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് രാജാ പണ്ട്രെ, എനിക്ക് അത്ര നിൻ്റെ ശബ്ദം തന്നെ, ആ പാട്ട് തന്നെ എനിക്ക് ഹോണ്ടിങ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോഴും ഒക്കെ കൈ നീട്ടി ശരത്ത് എന്ന് പറഞ്ഞ് ഞാൻ കൈ നീട്ടി. എനിക്കപ്പോൾ രാജാ സാറിൻ്റെ കൈ കൊണ്ടൊരു നവരത്ന മോതിരം ഇട്ട് തന്നു. എനിക്കൊരു 100,000 ഓസ്കാർ കിട്ടിയാലും ഞാൻ ഇത്രയും സന്തോഷിക്കത്തില്ല. അതിനുശേഷം സാറ് പാടാൻ വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് നടക്കാം ഞാൻ. ആ സ്നേഹം അങ്ങനെ നിൽക്കട്ടെ എന്ന്. കാര്യം മോളെ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു അത് ദൈവം നടത്തിത്തരും, അത് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ. അപ്പം മോള് പാടിയ പാട്ട് ശരത്തങ്ങൾ കേട്ട് എന്താ പറയണ്ടേ, എൻ്റെ എല്ലാ അണുക്കളിലും പാട്ടുണ്ട് ഈ പാട്ട്, പ്രത്യേകിച്ച് രാജസ്ഥാൻ്റെ. അത് പാടിയതിൽ മോള് പാടി കേട്ടപ്പോൾ കുറേ സന്തോഷമായി. നിനക്ക് എന്ത് ജ്ഞാനമാണ്, അത് പാടുമ്പോൾ അറിയാൻ പറ്റും. ഒരു ചെറിയ ഫ്രേസ് പാടിയാൽ അറിയാം മോക്ക് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തൊക്കെയായാലും മോളിപ്പോൾ എത്ര വയസ്സായി? 13 വയസ്സായുള്ളൂ. ഇനി എത്രയോ കിടക്കുന്നു. അപ്പോൾ നല്ല ഉയരങ്ങളിലെത്തുക. നീളം ഒരു പ്രശ്നമല്ല. ഞാൻ ആകപ്പാടെ 5 അടി 3 ഇഞ്ചല്ലേ ഉള്ളൂ, 3 പറയുകയാണ്, അത്രയില്ല. എൻ്റെ അടി 2.25. അപ്പം നമ്മൾ ഹൈറ്റല്ല, നമ്മൾ സംഗീതത്തിൻ്റെ കാര്യത്തിൽ ഉയരുക. നമ്മൾ എത്രത്തോളം അത് പാഷന് വേണം, വെറും സംഗീതം ഫാഷനായി പോകരുത്. എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. Great words. സമാധാനമില്ലല്ലേ? ഓക്കെ, സോ സുജാത ചേച്ചി. ഋതിക എന്താ പറയണേ, ഭയങ്കര ഫീലായിരുന്നു പാടിയത്. എനിക്ക് ചരണവും 2 ചരണങ്ങളും അയ്യോ, എന്തെങ്കിലും ഒരു കുറവെന്ന് പറയാവുന്ന ആ ഹമ്മിങ് മാത്രമേ ഉള്ളൂ. അതും കൂടെ ക്ലീനായിട്ട് ക്ലാരിറ്റി കുറച്ചും കൂടെ വന്നിരുന്നെങ്കിൽ മാർക്ക് ഒരു മാർക്ക്, അത് മാർക്ക് ആവശ്യമൊന്നുമില്ല ആക്ച്വലി. പക്ഷേ ഇതാണ് ഒരു സിംഗർ എന്ന് പറയണ ഈ മാർക്കല്ല. മോൾ ഇന്ന് പെർഫോം ചെയ്തതിൻ്റെ ഒരു മാർക്കായിട്ട് വരുന്നുണ്ട്. പക്ഷേ മോളുടെ ഉള്ളിൽ ഒരു സിംഗർ ഉണ്ടെന്ന് എനിക്ക് അന്ന് കൊച്ചിലേ പാടി കേട്ടപ്പോഴേ ആ ഭാവം, അതാണ് പാട്ട്. ആ പാട്ട് എങ്ങനെ മോൾ മനസ്സിലാക്കുന്നു, അതെങ്ങനെ ഡെലിവർ ചെയ്യുന്നു, അത് 100% ആണ് ഋതിക. 100% ആണ്. അത് പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച് ചേച്ചി. വിജയ് ചേട്ടാ. ഋതിക സോ മെച്യൂർ എന്താണ്, ഓരോരോ സോങ് മോളിങ്ങനെ പാടി വരുമ്പോഴത്തേക്കും മ്യൂസിക്
എന്ത് രസമായിട്ടാണ് ഇമോട്ട് ചെയ്യുന്നതും യുനോ ഓരോ എക്സ്പ്രഷൻസൊക്കെ അല്ല ഒരു ഓൾമോസ്റ്റ് ഒരു എക്സ്പേർട്ട് രീതിയിലാണ് ദറ്റ് യു കം അക്രോസ് യു പെർഫോം ദർ വെരി മെച്യൂർ ആൻഡ് അത് ഇറ്റ്സ് നൈസ് ടു സീ ദാറ്റ് യു ആർ ഏബിൾ ടു ഡു സോ മെനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് സോ കൂടുതലൊന്നും പറയാനില്ല. ഐ തിങ്ക് ശരത്തേൻ്റെ രാജാ സാറിൻ്റെ കഥ എന്താണ് കഥയല്ല ശരിക്കും സംഭവിച്ചൊരു സംഭവം കേൾക്കുമ്പോൾ തന്നെ ഒരു ഫാദർ ഫിഗറായിട്ട് കാണുന്ന ഒരാളാണ് രാജാ സാറിന് ഞാനും പോലും. അപ്പോൾ രാജാ സാറിൻ്റെ ഒരു പാട്ട് ഇവിടെ എടുക്കുമ്പോഴത്തേക്കും മ്യൂസിഷ്യൻസും അതുപോലെ നിങ്ങൾ പാടുന്നതും ഒക്കെ കൂടുതൽ അറ്റൻറ്റീവായിട്ട് കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ, ഇറ്റ് വാസ് വെരി നൈസ്. രതിക നല്ല രസമായിരുന്നു കേട്ടോ. ചേട്ടാ നന്നായി ഡെലിവറി ചെയ്തു. അത് ആ പാട്ടിൽ മുഴുകി. പിന്നെ അല്ല അത് ശ്രദ്ധിച്ച് ആ പാട്ടിൻ്റെ എല്ലാ പോയിൻറ്റും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് അടക്കം ഋതികയ്ക്ക് ചെയ്യാൻ പറ്റി. ഋതികയുടെ ഒരു ക്വാളിറ്റി എന്താ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ചിലപ്പോൾ ചിലർ അങ്ങനെ ചെയ്യണം ചിലപ്പോൾ സ്റ്റേജിലെത്തുമ്പോൾ അത് വരില്ല. ഋതിക എങ്ങനെയെന്ന് വെച്ചാൽ ഋതിക അത് ടച്ച് വുഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഋതിക എന്താ വെച്ചാൽ അത് ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഋതികയ്ക്ക് അറിയുള്ളൂ അത് ചിലപ്പോൾ മുഴുവനായി വന്നില്ല എന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഋതിക ആഗ്രഹിച്ച കാര്യം അങ്ങനെ കൊടുക്കുന്നുണ്ട്. യു ഹാവ് എ സ്പേസ്. ആ സ്പേസിൽ നിന്നിട്ട് ഋതിക അങ്ങനെ പുഷ് ചെയ്യണമാതിരി തോന്നുന്നുണ്ട് പാടുമ്പോൾ. അത് വലിയൊരു ക്വാളിറ്റിയാണ്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ ഋതിക, കം വിത്ത് ലോട്ട് ഓഫ് എക്സൈറ്റിംഗ് സോങ്സ്, മേക്ക് us happy. Thank you. Thank you so much. Thank you judges. So നമുക്കിനി മാർക്സ് അറിയാം അല്ലേ? സുജാത ചേച്ചി ജയിച്ചതാ. അടയെണ്ണം നേരുത് വണ്ണം മാറുത് കണ്ണൂർ സ്റ്റീവൻ ചേട്ടാ അപ്പോൾ ലോട്ട് മെനി എന്താ പറയുക മെമ്മറീസ് എക്സ്പീരിയൻസസ് ആൻഡ് കമന്റ്സ് എല്ലാം നമ്മൾ കേട്ടു. അഡ്വൈസസ് അതെ അല്ലേ? സോ എന്തായാലും അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദിസ് സോങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ നെക്സ്റ്റ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. അഞ്ജലി, അപ്പോൾ വാട്ട് നെക്സ്റ്റ്? സോ ഇന്ന് 3 പെർഫോമൻസ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ടോപ്പ് സ്കോറർ ആണ്. ഓക്കേ, അപ്പോൾ ടോപ്പ് സ്കോറർ ഫോർ ദി ഡേ അഞ്ജന വിത്ത് 28.5 മാർക്സ്. അഞ്ജന ഓടി പോയിട്ട് അഞ്ജന റോൾ മോഡലിന്റെ അടുത്ത് നിന്ന് ഗിഫ്റ്റ് കളക്ട് ചെയ്യൂ. ഇവിടെ ഓക്കേ, കം അഞ്ജന, പ്ലീസ് കം ഹിയർ. ശരത് സർ പ്ലീസ് ഓൺ ടു ദി സ്റ്റേജ്. ഇത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്, കാരണം അവളുടെ ഏറ്റവും ഒരു ദൈവ പുരുഷൻ. അതെ, നേരെ കാലിലൊക്കെ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങി. അതെ, അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇടവന്നു കൊടിരോണം പ്രണയം. നാളെ ഓഗസ്റ്റ് 15th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. തീർച്ചയായും നമ്മൾ ഭാരതീയൻ എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്, ഒരുപാട് പ്രൗഡ് ആണ്. അതെ. അപ്പൊ അത്തരത്തിലുള്ള എന്താ തിളക്കണം ചോര എന്ന് പറയുന്ന പോലെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ കണ്ടസ്റ്റൻസ് ഒരുമിച്ച് ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്കായി വരുന്നു. A special performance from our contestants. Superstar Juniors. Superstar Juniors. जय 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 जन्मभूमि, जय 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 भारत भूमि, जय 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 जन्मभूमि, जय 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 भारत भूमि. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി ശ്രീകൃഷ്ണ
Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നല്ല രസമുള്ളൊരു പാട്ടല്ലേ? നമ്മുടെ എല്ലാവരുടെയും പാടി ഞങ്ങളതൊക്കെ കേട്ടു. പക്ഷെ പാടുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചിമാരൊക്കെ കൂടി ഫുൾ ഡാൻസും. അതുകൊണ്ടാണ് ഡാൻസ് ചെയ്യാനേ. അത് ശരി. അപ്പൊ നമുക്ക് ചോദിക്കാം. യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് ശരത് സർ. മോളെ നന്നായിട്ട് പാടി. മൊത്തത്തിൽ കാണാനും മോളെ കാണാനും തിരുപ്പൻ അഴിഞ്ഞു പോയത് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അത് മോടെ പുറകിൽ നടന്ന ഒരു സംഭവമാണ്. അല്ല, അഴിഞ്ഞില്ല, പക്ഷെ അഴിഞ്ഞേ. അതെ, അതുകൊണ്ട് ഡാൻസ് കളിച്ചില്ല. അതെ അല്ലേ, അഴിഞ്ഞതുകൊണ്ടാ ലോ ആയത് തിരുപ്പൻ. അത് പേരെന്താ? തിരുപ്പനോ? തിരുപ്പൻ. അല്ല, സ്റ്റീഫൻ എന്തിനാ തിരുപ്പനെ പറ്റി തിരക്കുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് കേൾക്കാം തിരുപ്പൻ. മുടിയെന്നല്ല പറയാ. അതല്ല, എക്സ്ട്രാ ചേർക്കില്ലേ? മോളെ തിരുപ്പൻ ഒരെണ്ണം പോകുമ്പം നമ്മുടെ സ്റ്റീഫന് കൊടുത്തേക്കണം. അതിനെപ്പറ്റി എനിക്ക് തന്നോ? എനിക്ക് ആവശ്യം വരും. അതല്ല, ആവശ്യം വരുന്ന ഒന്നും മതിയാവില്ല. അപ്പം മോളെ നന്നായിരുന്നു, നല്ല ഉഗ്രം പാട്ട്. മോളെ എന്താ പറയണ്ട, അതിൻ്റെ ഒരു സുഖത്തോടെ പാടി. പിന്നെ കുഴപ്പമില്ല, കുഞ്ഞല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാനോ അല്ലെങ്കിൽ സുജാത ആൻറ്റി ഇങ്ങനെ നോക്കിയൊന്ന് ചിരിപ്പിക്കണം, അല്ലെങ്കിൽ ആൻ പിന്നെയും ഉള്ളിലോട്ട് ഇങ്ങനെ പോകും. എന്താണ് ആരൊക്കെയോ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെയൊക്കെ. അതൊന്ന് മാറ്റിയെടുക്കണല്ലോ നമുക്ക്. എന്താ ചിരിക്കാൻ? അതെ, പക്ഷെ അത് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് മുമ്പിലിരുന്ന് ഓർപ്പിക്കാൻ പറ്റില്ല എപ്പോഴും. ഞാനിങ്ങനെ കേട്ടു ഇപ്പോൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഒരാൾ എനിക്ക് ഇൻഫർമേഷൻ തന്നു. അതായത് അമ്മ പാട്ടൊക്കെ പറഞ്ഞു തന്നാൽ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കേൾക്കില്ല, ഇങ്ങനെ ഉഴപ്പി നടക്കും, ഓടി അവിടെ ഇവിടെയൊക്കെ ഓടി കളിച്ച് നടക്കുന്നൊക്കെ. ആ പ്രായമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ശരിയല്ലേ? ആണല്ലേ? എൻ്റെ അതേ സ്വഭാവം. പക്ഷേ ഇതൊരു കോമ്പറ്റീഷൻ. ഞാൻ ജീവിതത്തിൽ ഒരു കോമ്പറ്റീഷനും പോലും പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉഴപ്പി നടന്നുകൊണ്ട് പ്രത്യേകിച്ച് ആരും അറിഞ്ഞില്ല. പക്ഷേ ഇവിടെ കോമ്പറ്റീഷന് വരുന്ന സ്ഥിതിക്ക് ഇവിടെ പാടാൻ ഇങ്ങനെ ഇത്രയും പേരുടെയൊക്കെ മുമ്പിലൊക്കെ വന്ന് പാടുന്നുണ്ട്. ആ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ച് അമ്മ പറഞ്ഞു തരുന്ന പോലെയൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കേട്ടാലേ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിട്ടുപോയ പോലെ പോവും, എസ്പെഷ്യലി ശ്രുതി. അപ്പോൾ
സൂക്ഷിക്കേട്ടാ. ഇനി എല്ലാ പാട്ടും പഠിക്കുമ്പോഴത്തേക്കും ഒരു സാഡ് സോങ് ആണെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്കൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഹാപ്പി ലവ് സോങ് ആണ്, അതൊരു റൊമാൻറ്റിക്, ഒരു ഒരാളെ പറ്റി ആലോചിച്ച് പാടുന്ന ഒരു സോങ് ആണ്. അപ്പോൾ അത് ആ ചിരി ഇല്ലെങ്കിൽ ആ ഫീൽ ഡ്രോപ്പ് ആവും. ഓക്കെ, ആ ഇനി അടുത്ത പ്രാവശ്യം പറഞ്ഞു തരൂല്ല ഏട്ടാ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാൻ ചൂസ് ചെയ്ത പാട്ടൊരു ഉഗ്രം പാട്ടാണ്. ഞാൻ അസലായി പാടി, കുറേ സ്ഥലങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയണമെന്ന് വിചാരിച്ച് മറന്നു പോകണ ഒരു കാര്യം, ലിറിക്സ് മിക്ക പാട്ടുകളുടെയും ഒരുപാട് തെറ്റിക്കുന്നുണ്ട്. എസ്പെഷ്യലി തമിഴ് സോങ്സ്, തമിഴ് പാടിയതൊക്കെ തമിഴ് കറക്റ്റായിട്ട് എഴുതിയെടുത്ത് അത് അമ്മയും കൂടെ ലക്ഷ്മിയും കൂടെ ഒന്ന് ഇരുന്ന് അവളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പോയിന്റ് അതാണ് അല്ലേ? പറഞ്ഞു കൊടുക്കുമ്പോൾ മിക്കവാറും അത് ശ്രദ്ധിക്കാൻ ഓടുമായിരിക്കും. അമ്മ പിന്നെ മലയാളത്തിൽ എഴുതി തന്നെ അങ്ങനെയാണ്. ആണോ? അപ്പൊ അമ്മയാണ് തെറ്റി പഠിപ്പിച്ചത്. എന്ത് കഷ്ടാ. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് ശ്രുതി അങ്ങിങ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഡിഫിക്കൽട്ട് സോങ് ആണ്. മോളുടെ പ്രായത്തിന് മോൾ അസലായി പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ അതിലൊരു രാഗം സഞ്ചരിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് യു കെപ്റ്റ് ദാറ്റ് രാഗത്തിൻ്റെ സഞ്ചാരം നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും പറഞ്ഞു. താങ്ക് യു, നന്നായി പാടി. താങ്ക് യു സോ മച്ച്. അപ്പോൾ മാർക്സ് അറിയാം. ഓക്കേ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റീഫൻ ചേട്ടാ. താങ്ക് യു സുജാത ചേച്ചി. താങ്ക് യു വിജയ് ചേട്ടാ. അപ്പൊ അടുത്ത പെർഫോമൻസിന് സ്മാർട്ടായി അതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. രജത്, സോ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ഋതിക. എന്നാലും എന്താണ് ഭയങ്കര ഹെവി ഡ്രസ് ആണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഫുൾ ഭയങ്കര ഡ്രസ്ഡ് അപ്പ് ആണ് എല്ലാവരും ഭയങ്കര എന്താ പറയുക. ആക്ച്വലി ഇപ്പൊ പാട്ടിന് മാത്രമല്ല, ഡ്രസ്സിങ്ങിലും പെർഫോമൻസിലും എല്ലാത്തിലും 1-on-1 ആയിട്ട് ഇപ്പൊ കട്ടക്കി നിൽക്കുകയാണ്. പേടിയുണ്ടോ ക്വാർട്ടർ ഫൈനൽസ് അതിന്റെ? ക്വാർട്ടർ ഫൈനൽ എന്താ, അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇപ്പൊ ശരത് സാർ ഉണ്ട്, നമ്മുടെ ലവ്ലി ജഡ്ജസ് എല്ലാവരും ഉണ്ട്. അതിന്റെ ടെൻഷൻ ഉണ്ടോ? ഇല്ല, അതാണ് സെൽഫ് കോൺഫിഡൻസ്. ഓക്കെ, നൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഏത് റൗണ്ടാന്ന് അറിയണം. ഏത് റൗണ്ടാ? ഇളയരാജ ഹിറ്റ്സ്. ഏത് സോങ് ആണ്? ഞാൻ ഇന്ദ്രനീ നാളെ എന്ന മൂവിയിലെ പൊൻവാനം പനിയെ തോകുന്നത്. ഓക്കെ, അപ്പോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി ജാനകി അമ്മയുടെ അല്ലേ? ഓക്കെ, ബ്യൂട്ടിഫുൾ മെലഡി. അപ്പോ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ആവണി മാസമായി
കായൽ തിരകളിളകിയാർത്തു ചന്ദ്രിക പെയ്തുപോൽ കുന്നിൻ ചരിവ് പൂവണിഞ്ഞു പോ ആലവട്ടങ്ങളെ തുണിയാൽ മരച്ചോട്ടിലൂടിവാ ഓണവില്ലിൻ്റെ ഈണമാ ഹൃദയ സന്ദേശമോദിവാ അഴകാ പൂക്കിനുറിയുമൊരോർമ്മയില മൃതരാവിൽ വീണോനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കൊടിയോളം പ്രണയരാവിൽ വീണോനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. Thank you. അഞ്ജനക്കുട്ടി ഞങ്ങളൊന്നും പറയുന്നില്ല. അതെ, ഞാൻ വിചാരിക്കുന്ന രജത്ത് എന്താ പറയാൻ പോണ്ടാവുക. അതെ, ഞങ്ങളൊന്നും പറയില്ല, കാരണം അതിന്റെ ക്രിയേറ്റർ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട്. സോ നമുക്ക് ശരത് സാറിനോട് ചോദിക്കാം. സർ പ്ലീസ്. അഞ്ജന സർ മനോഹരമായിട്ട് പാടി. ആഹാ, അത് വളരെ ഈസി ആയിട്ട് പാടി. അത് വേണം, അതൊരു എന്താ പറയണ്ടേ, നിങ്ങളെപ്പോലുള്ളവർ പാടുമ്പോൾ നല്ലതായിട്ട് പാടുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് മനസ്സിന്. ഇത് എൻ്റെ പാട്ടെന്നല്ല, ആരുടെ പാട്ടാണെങ്കിലും. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ചെയ്തുകൊണ്ട് ഒരു അരപ്പവൻ സന്തോഷം കൂടുതൽ, അത്രേ ഉള്ളൂ. ആ ഒരു റെക്കോർഡിങ് നടന്ന സമയവും ഒക്കെ ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ഒരു സന്തോഷം തോന്നി മോള് പാടിയപ്പോൾ. നീ എൻ്റെ എല്ലാ പാട്ടുകളും ഇവിടെ എടുത്തിട്ട് പൊളിച്ചെടുക്കുകയാണെന്നൊരു കംപ്ലൈൻ്റ് ഉണ്ട് എനിക്ക്. ഇത് നിങ്ങളുടെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന്. സാറാ കുട്ടിക്ക് പൈസ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാലും കൊള്ളാം. ഓർക്കസ്ട്രയും എല്ലാ പുലികൾക്കും നന്ദി. മോളെ അത് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും എന്താ പറയണ്ട, നമ്മൾ ഓരോ ലെവൽ, ഓരോ തലങ്ങൾ കണ്ടെത്തണം സംഗീതത്തിൽ. അതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. മോളെ ഞാൻ ഒരു ചെറിയൊരു കാര്യം ഇത് പറയാൻ, ഇപ്പം രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ, അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ. അനുരാഗം പോലെയാണ് അല്ലേ? പോലെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള വികാരമാണത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് പറ്റും. അടുത്ത ലൈൻ എന്തായിരുന്നു നമ്മളെ മറന്നു, ഈ ചിരിയാട്ടിടയ്ക്ക് അത് പോയി. ഇളകുന്ന കുളിരോളം അല്ലല്ല, അതിന് മുമ്പ് വേറെണ്ണം കൊണ്ടുണ്ട്. അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ എന്താണ് ഇളകുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ. അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയണ്ടത്, അത് പ്രധാനമായിട്ട് നോക്കിക്കോണം മോള്. അപ്പോഴാ ചെറിയ നിഷാദത്തിൻ്റെ സുഖം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വലുതിൻ്റെ സുഖമാണ്. അപ്പം ഓരോ നോട്ടിനും അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ചുമ്മാ എന്നാൽ ഞാനിപ്പം ചെറിയ നിഷാദ് ഉപയോഗിച്ച് കാണിച്ച് തരാവിടാ എന്ന് പറഞ്ഞിട്ട് കമ്പോസ് ചെയ്തതല്ല. അപ്പം അത് നമുക്കൊരു ഫ്ലോ ഉണ്ടാവണം, അതേ ഉള്ളൂ. അല്ല ചരണത്തിൽ എന്താണ് മോളിൽ ലിറിക്ക് എന്താണ്? ചന്ദന നൗകയിൽ ചന്ദന നൗകയിൽ സർപ്പം പാട്ടിലൊഴുകി വന്നു ഞാൻ. എന്താണ്? പാരിടമാകവി ദാരാരിര എന്നാണ് പാടണം. ദരിരനാരേ
പിന്നെ മറ്റൊക്കെ നീ അസാധ്യമായിട്ട് പാടി. ധീര ഓണവില്ലിൻ്റെ ധനിന പൂക്കിലഞ്ഞുറിയും ഒരോർമ്മയിൽ പൂക്കിലഞ്ഞുറിയും ഒരോർമ്മയിൽ അമൃതര. ആ പൂക്കില പാടുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായോ എന്താണ്? പൂക്കിലഞ്ഞുറിയും ഒരോർമ്മയിൽ എല്ലാം കണക്ട് ചെയ്യണം. പൂക്കിലഞ്ഞുറിയും ഒരോർല്ല പൂക്കിലഞ്ഞുറിയും ഒരോർമ്മയിൽ അമൃത ഓക്കെ. അപ്പോൾ അത് മോളെ അത് കുറച്ചും കൂടെ എന്താ ഞാൻ പറയുന്നത്, ഓരോ പാട്ടുകൾ നമ്മൾ അകത്തോട്ട് ഇറങ്ങുമ്പോൾ അതിനെ വെറും സംഗതിയായിട്ട് കാണാണ്ടിരിക്കുക. അതിനുള്ളിലൊരു ജീവനുണ്ട്, ഒരു സോളുണ്ട്, അതിനെ കണ്ടുപിടിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് സംഗതിയൊക്കെ ചുമ്മാ വന്നോളൂ, എന്താ സംഗതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. എനിക്ക് കുറേ ഇഷ്ടമായി മോളെ നീ പാടിയത്. നമ്മളത് പറയാതിരിക്കും. ഇത് ഒരു ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ട് അത് മോൾക്ക് കുറച്ചും കൂടെ എൻ്റെ ഫീല് മനസ്സിലാവട്ടെ എന്ന് നീ ഒരു കുഞ്ഞായതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും എൻ്റെ പാട്ടുകൾ ഇങ്ങനെ എടുത്ത് നീ ആളുകൾ ജനങ്ങളെ മുഴുവൻ വലയ്ക്കുന്നു എന്ന് അറിഞ്ഞതിലൊരു ചെറിയ വിഷമം ഇല്ലാതില്ല. അപ്പോൾ എന്തൊക്കെയാലും മോളെ എനിക്കിത് ഞാൻ പറഞ്ഞത് നിനക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. കുറേ ഇഷ്ടമായി. താങ്ക് യു. അവൾ മോള് നല്ല ലെവലിൽ വളർന്നു വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ജനറേഷനിൽ ഏതായാലും ശരത്തിൻ്റെ പാട്ടുകൾ പാടാൻ ഒരു ഗായിക കിട്ടി. ശരത്ത് പറഞ്ഞ ഒരു കാര്യം നമ്മളും എപ്പോഴും പറയേണ്ട സംഗതി മാത്രമല്ല, സംഗതിക്കൊരു അർത്ഥമുണ്ട്. അത് ശരത്ത് പാടി കാണിച്ചു തന്നു. അത് മോൾക്ക് മനസ്സിലായി കാണും. മോള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, വളരെ ഷാർപ്പാണ് സിംഗിങ്ങിൽ. മോളെ സംഗതി എന്ന് പറഞ്ഞാൽ മോൾക്ക് ഈ മോള് ആലോചിക്കാതെ തന്നെ അങ്ങോട്ട് വരികയാണ്. ഫീല് നല്ലതായിരുന്നു. ഈ പാട്ടിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അവസാനത്തെ ഇതൊക്കെ ഒരു ഈ വയസ്സിൽ ഒരു കുട്ടിക്കും പാടാൻ പറ്റില്ല, വലിയ വയസ്സിലും പാടാൻ പറ്റില്ല. അത്ര ഡിഫിക്കൽട്ടാണ് അത് മനസ്സിലാക്കാൻ തന്നെ. അത് ആദ്യത്തേന് കറക്റ്റായിരുന്നു നോട്ട്സൊക്കെ. ഒരു അത് വായിച്ച അതിൽ വായിച്ച അങ്ങനെ ഇരിക്കും അതുപോലെ പാടി. ഞെട്ടിപ്പോയി ഫസ്റ്റ് ചരണത്തിൻ്റെ അത്ര പ്രിസിഷനായിരുന്നു. മോൾക്ക് എല്ലാ പാട്ടിലും അതാണ്. ഒരൊറ്റ അടിക്ക് ഒരു പാട്ട് ഫുൾ എറേഴ്സ് ഇല്ലാതെ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. ശരത്തേട്ടൻ പറഞ്ഞു തന്നൊക്കെ ഫോളോ ചെയ്യുക. മോളുടെ ഐഡലാന്നറിയാം ശരത്ത്. നേരെ മുമ്പിൽ ഇരുന്ന് തന്നെ പറഞ്ഞു തന്നു. മോളുടെ ഒരു ഭാഗ്യ മുഹൂർത്തമാണിത്. ആൻഡ് ഞാൻ ആ പാടിയ പോഷൻ ആലവട്ടങ്ങൾ എന്തുമി ഞാൻ പഞ്ചീതാണ് പാടിയത്. കാരണം മേലെയും അത് ഡ്യൂവറ്റായിട്ട് മോള് പഞ്ചൊന്നും ഇല്ല, ചുമ്മാ കള്ളം പറയുക. പഞ്ചൊക്കെ ഇപ്പോഴാ, അത് മോനായിട്ട് ഇടയ്ക്കിടെ ഈ പഞ്ച് കൊടുക്കാത്തതിൻ്റെ കുറവാണ്. ചേച്ചിയുടെ തൊണ്ടയ്ക്കല്ല കുഴപ്പം, മണ്ടയ്ക്കാ. അപ്പൊ മോള് അത് ഡ്യൂവറ്റ് ഒറ്റയടയ്ക്ക് പാടുക. മറ്റേ ഇതിലേ കഴിഞ്ഞിട്ട് വരില്ലേ, ഇതിലേ നിർത്തിയതും കറക്റ്റായിരുന്നു, അടുത്ത് തുടങ്ങണതും കറക്റ്റ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തെറ്റട്ടെ എന്ന് ആലോചിച്ചു പോയി. ദൈവം സഹായിച്ച് നല്ലതായിട്ടിരിക്കട്ടെ. ഇനിയും മോൾക്ക് എന്താ ഒരു കുറവുള്ള സിംഗിങ്ങിൽ ആ കുറവുകളൊക്കെ നികത്താൻ ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ. വിജയ് ചേട്ടാ. അഞ്ജന, സോ അഞ്ജനയുടെ ഡ്രീം മോമെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? അത് കണ്ടു ശരിക്കും. യു ആർ ഓൾസോ എൻജോയിങ് ഇറ്റ്. അത്രയും ഫോക്കസ്ഡ് ആയിരുന്നു ആൻഡ് it paid off. And you sounded really superb. Thank you. And duet കേട്ടാണ് പഠിച്ചത് അല്ലേ? സോ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ അത്രയും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഭവം ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാടുന്നത് അത്ഭുതം തന്നെയാണ്. അത് is a great blessing that you have. So keep that going. ഞങ്ങളൊക്കെ ഇങ്ങനെ അല്ലാണ്ട് ഉള്ള പാട്ടുകൾക്കൊക്കെ ആവശ്യമുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ തൻ്റെ ഐഡലായിട്ടുള്ള ആൾ തന്നെ ഈ പാട്ടിൽ എങ്ങനെ ആ ഫീൽ കൊണ്ടുവരണം എന്നും കൂടെയും പറഞ്ഞു തന്നു. സോ അത് മനസ്സിൽ വയ്ക്കുക. പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും, ദാറ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് വളരെ അപൂർവമാണ്. ആൻഡ് those are the ones who make it to that legendary status. That's also എന്താണ് എവിഡൻറ്റ് എന്ന് നമ്മുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ രവീന്ദ്ര മാഷായാലും
ദക്ഷിണാമൂർത്തി സ്വാമി തൊട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ ശരത്തേട്ടൻ, എം ജയചന്ദ്രൻ ചേട്ടൻ, അങ്ങനെ അവരൊക്കെ പാടാനും പറ്റുന്നവരൊക്കെയാണ്. സോ ദാറ്റ്സ് വൈ ദ കമ്പോസിഷൻസ് ആർ സോ ബ്യൂട്ടിഫുൾ ഓൾസോ. സോ യാ, അപ്പോൾ അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരത്തേട്ടാ, അഞ്ജനക്കുട്ടിയുടെ സേഫ് സോൺ പാട്ടുകളാണ് ഇതൊക്കെ. സേഫ് സോണായിട്ട് സേഫായി എന്നുള്ളൊരു സംഭവത്തിൽ വരുന്ന പാട്ടുകളാണ്. രണ്ട് കാര്യം അതിലെന്താണെന്ന് വെച്ചാൽ, അതുപോലത്തെ ഒരു പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരച്ഛേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ. ദൈവം അച്ഛ ഇങ്ങോട്ട് ഉണ്ടാക്കി പേര് എഴുതി ശരത്ത് നിന്നിട്ട് ആ അച്ഛ അങ്ങോട്ട് തല്ലിപ്പൊട്ടിച്ചു. ഞാൻ അച്ഛില്ല. ആസ് യൂഷ്വൽ അഞ്ജന ഈ പാട്ടും സ്കോർ ചെയ്തു. എനിക്കും നല്ല ഇഷ്ടമായി. ഫീലിനും ഒക്കെ നല്ല ഒരു കുറവുമില്ലായിരുന്നു. നല്ലതായിട്ട് പാടി. യു ടോക്ക് ഇറ്റ് വെരി വെൽ. നല്ലൊരു പ്രൊഫഷണൽ ടച്ചും അതിലുണ്ടായിരുന്നു. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഈ ഒരു സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇത്ര നാൾ നടന്നിട്ടുള്ളത് അഞ്ജന പാടിയൊരു പാട്ടിൻ്റെ ക്രിയേറ്ററും അതിൽ പാടിയ ഒരാളും കൂടെ ഒരുമിച്ചിരിക്കുന്ന സോ അതൊരു ഹാപ്പി മൊമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ആൻഡ് അഞ്ജന ഈസ് ലക്കി ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി എന്താ വേണ്ടേ? ഇനി ബാക്കി വേണ്ടേ? അപ്പൊ അതിലേക്ക് ഇറക്കാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. സുജാത ചേച്ചി ആൻഡ് ശരത് സർ കോമ്പിനേഷൻ ഒരുമിച്ച് ഒരു മാർക്ക് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. 9.5. ഓക്കേ, വിജയ് ചേട്ടാ. ഓക്കേ, കോമ്പിനേഷൻ എനിക്ക് ശരത്തേട്ടൻ പറഞ്ഞ കുറച്ച് ഉപദേശങ്ങൾക്ക് ഒരു അരമാർക്ക് കുറയ്ക്കേണ്ട വന്നു. ഒരു ഒറിജിനൽ സോങ് ദാറ്റ് ഈസ് ലൈക്ക് കമ്പോസർ ആൻഡ് സിംഗർ ഒക്കെ ഇരിക്കുമ്പോൾ ഇത്രയും ഒരു ഹൈ സ്കോർ. ഹാപ്പി അല്ലേ സഞ്ജന? അപ്പൊ അടുത്ത വർഷം നമ്മൾ 30 ആണ് എയിം ചെയ്യണേ അല്ലേ? അങ്ങനെ ആവണം. വഞ്ജന, സ്കൂൾ ചോയ്സ് റൗണ്ട് ആയിരുന്നു. ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന് അവരാണ്. അപ്പൊ അവർക്കൊരു വലിയ താങ്ക്സ് പറയണ്ടേ? എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വളരെയധികം നന്ദി, ഇത്രയും നല്ലൊരു പാട്ട് എനിക്ക് സെലക്ട് ചെയ്ത് തന്നതിന്. അതെ, അതെന്തായാലും താങ്ക് യു സോ മച്ച്. അഞ്ജനയുടെ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും, കാരണം അഞ്ജന ടേസ്റ്റ് ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് പാട്ട് സെലക്ട് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ് അഞ്ജന. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Are you ready to welcome the one and only KS Chitra? എപ്പോഴും കുട്ടികളോടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്ര ഈ സംഗീതവേദിയെ ധന്യമാക്കാൻ എത്തുന്നു. Welcome back to Superstar Junior. So let's welcome our next contestant, Anne Benson. എന്താണിത്? ഇതെന്താണിത്? ഇത് പെട്ടെന്നൊരു ദിവസം വളർന്നാണോ? അല്ലേ? വെച്ചതാണോ? അതൊക്കെ ഡാൻസും പാട്ട് എന്തൊക്കെയോ സംഭവം. എന്തായാലും ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. ഏത് റൗണ്ടാ? ഞാൻ എയർമാൻ ഹിറ്റ്സ്. എയർമാൻ ഹിറ്റ്സ്. ഓക്കെ, ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് പറയൂ. ഓട്ടെ, എനക്കരുത്. പറഞ്ഞോളൂ. ഞാൻ എയർമാൻ ഹിറ്റ്സിൽ കണ്ടുകൊണ്ടേം കണ്ടുകൊണ്ടേ എന്ന ഫിലിമിലെ കണ്ണാമൂച്ചി. What a lovely song. Okay, all the best. Thank you. കണ്ണാമൂച്ചി ഈനടാ കണ്ണാമൂച്ചി ഈനടാ എൻ കണ്ണാ കണ്ണാമൂച്ചി ഈനടാ
நதியின் கரை நான் கேட்டேன், அந்த காற்று எரிக்கையும் கேட்டேன். அந்த நதியின் கரை நான் கேட்டேன், அந்த காற்று எரிக்கையும் கேட்டேன். வாழ்வேலவே கேட்டேன், விடையில்லை. வாழ்வேலவே கேட்டேன், விடையில்லை. இறுதியில் உன்னை கண்டேன், இறுதியில் பூவை கண்டேன். இறுதியில் உன்னை கண்டேன், இறுதியில் பூவை கண்டேன். கண்ணாமூச்சி ஏனடா என் கண்ணா, நான் கண்ணாடி பொருள் போலடா.
have a very special celebrity guest with us. ആരാണെന്ന് കാണണ്ടേ? ഇന്ത്യയുടെ തന്നെ അഭിമാനമായ ഗായകൻ ഹരിഹരൻ ഈ കുരുന്നു ഗായകർക്കൊപ്പം ചേരുന്നു. കുട്ടി, melodious song and melodious rendering. And sang very beautifully. Thank you, ചേച്ചി. Okay. അപ്പോൾ നമുക്ക് ഇനി Comments. ഓക്കെ, ഇളയരാജ ഫാൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം ഇളയരാജ സാറിന്റെ പാട്ടിനെ കുറിച്ച്. ശരത് സർ. മോള് സൂപ്പറായിട്ട് പാടി മോള്. Thank you, uncle. പ്രത്യേകിച്ച് രാജാ സാറിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഒരു ബാറ് പോലും കളയേണ്ടതായിട്ടില്ല. മറ്റേ ബാറല്ല കേട്ടോ കുഞ്ഞ്, നിനക്ക് അതിനുള്ള വയസ്സായിട്ടില്ല. എല്ലാം ഓരോ ഒരു ചെറിയ സംഭവമാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. പിന്നെ എന്തോ ബ്യൂട്ടിഫുള്ളായിട്ടാണ് എന്തും അറേഞ്ച് ചെയ്യുന്നത് സാർ. ഇപ്പോൾ രാജാ സാറിന് പകരം ഒരാളേ ഉള്ളൂ. ആരാണ്? പറമോളെ, അറിയില്ലേ? രാജാ സാറിന് പകരം ഒരാളേ ഉള്ളൂ. ആരാണ്? പറയൂ. അത് തന്നെ, അത്രേ ഉള്ളൂ. മോളു, എനിക്കിപ്പോൾ ശരത്തങ്കിളിൻ്റെ കാര്യം പറയാം. എനിക്ക് ഇവിടുന്ന് ശരത്തങ്കിൾ ചെന്നൈയിൽ പോയി പാട്ട് പഠിത്തവും എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ബാലമുരളീകൃഷ്ണ അദ്ദേഹത്തിന് ഗുരുവായി കിട്ടിയതാണ്. എനിക്ക് ജീവിതത്തിൽ ഞാൻ ഏറ്റവും എൻ്റെ ചെയ്ത ഈ ജന്മങ്ങളെല്ലാം ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ബാലമുരളി സാറിന് എൻ്റെ ഗുരുവായിട്ട് കിട്ടിയത്. പിന്നെ രാജാ സാറിൻ്റെ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങി. ഒരെണ്ണം മാത്രം സംഭവിച്ചു. ബാറ്റാക്കാർ ഭയങ്കരമായിട്ട് അഭിവൃദ്ധിപ്പെട്ടു. കാര്യം എൻ്റെ ഷൂ കഴിഞ്ഞ് ഞാൻ വേറെ ചെരുപ്പുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു. സാറിനെ കാണാനും പറ്റിയില്ല. അപ്പം പിന്നെ ഇനി നടക്കത്തൊന്നുമില്ലെന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു സാറിന് ട്രാക്ക് പാടിയിട്ടുണ്ട് പണ്ട്. പക്ഷേ അത് ട്രാക്ക് പാടി എൻ്റെ പാട്ട് കേൾക്കുന്നതിന് മുമ്പ് ബാലുവണ്ണം പാടി പോയത്, SPB സാർ പാടിയിട്ട്. അപ്പം ഞാൻ നീ എങ്ങനെ രാജാ സാറിൻ്റെ പാട്ട്? ഓഹോ, അത് നടക്കത്തില്ല. അതൊരു സ്വപ്നമായിട്ട് ചരിത്രങ്ങളുടെ മുന്നിൽ. പക്ഷേ എനിക്ക് കുറേ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരു പാട്ട് ചുമ്മാതെങ്കിലും ഒന്ന് പാടണം. അപ്പോൾ അതിങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിലൊരു രാവിലെ എനിക്കിങ്ങനെ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോൾ വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ രാജാ സാർ എന്ന് പറഞ്ഞാൽ വീട് മരിക്കുമെന്ന്. അപ്പോൾ യവന്മാരൊക്കെ ചിലത് ഇങ്ങനെ പറ്റിക്കാറുണ്ട്. ആ ശ്രീരാഗിൻ്റെ അടുത്ത് വരൂ, എവിടെ രാജാ സാർ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകുമ്പോൾ അതൊരു ഹോട്ടലാണ്. പിന്നെ യവന്മാർക്കൊക്കെ ഫുഡും മേടിച്ചു കൊടുക്കണം അവിടെ പോയി. നഷ്ടവും വിഷമവും. അപ്പോൾ അങ്ങനെ ഉടായി പാടോ എന്നറിയാൻ വേണ്ടി ശരത്തങ്ങൾ ഫോൺ ചെയ്തു. തിരിച്ച് ചോദിച്ചപ്പോൾ യഥാർത്ഥമായിട്ട് പ്രസാദ് സ്റ്റുഡിയോ ആണ്. സാറ് വിളിച്ചു വന്നു. എപ്പോഴെങ്കിലും എനിക്കാണെങ്കിൽ നമ്മൾ പാടി നോക്കിയിട്ട് കുറേ കാലമായി. പെട്ടെന്ന് വീട്ടിൽ പോയി വൃത്തിയായിട്ട് കുളിച്ച് ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാക്ടീസ്, ഒരു ക്യാപ്സ്യൂൾ പ്രാക്ടീസ് നടത്തിയിട്ട് ഞാൻ സാറിനെ കാണാൻ പോയി. അപ്പോൾ സാറിനെ കിടമ്പോൾ ഞാൻ നമസ്കാരം കാലേ വീണ് കിടന്ന് പിന്നെ പിടിച്ചെണീപ്പിച്ചിട്ടാണ് ഞാൻ എണീറ്റത്. പിന്നെ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയ ഒരു അമൃതവർഷിണി വർണ്ണം ഉണ്ടായിരുന്നു. അത് പാടി കേൾപ്പിച്ചു. സാറ് പറഞ്ഞു ശരി ശരത്ത് இந்த പാട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞ് സാറ് തന്നെ എഴുതിയ പാട്ടാണ്. എഴുതി ഞാൻ പാട്ട് പഠിച്ചു. പാട്ടൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ നുള്ളി നോക്കുക, ഇതൊക്കെ നടക്കുന്നത് സത്യമാണോ? അതാണ് നുള്ളി എൻ്റെ കൈ മുറിഞ്ഞു. അത്രയ്ക്ക് ഞാൻ നുള്ളി നോക്കി. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പാട്ടൊക്കെ പഠിച്ച് ഞാൻ പാടാൻ പറഞ്ഞ് ഞാൻ പാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു ആഡ്ലി പോർഷനും കൂടെ ഉണ്ട് ശരത്ത്, അതുകൂടെ പാടെന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ട് പാടിച്ചു. അത് താരതപ്പട്ടൈ എന്ന് പറഞ്ഞ് ബാലാസാറിൻ്റെ പടത്തിലെ പാട്ടായിരുന്നു അത്. അപ്പോൾ ഇത് ഞാൻ പാടി, അത് ശുഭോന്തരാളി രാഗത്തിലെ പാട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ശരത് ശുഭോന്തരാളിയിലെ ശോകമുണ്ട്, പക്ഷേ ശോകം പാടില്ല, കുറച്ച് അഹങ്കാരത്തോടെ പാടണം എന്നൊക്കെ പറഞ്ഞാൽ പാടിച്ചത്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ആ സമയത്ത് മൊത്തം കൺഫ്യൂഷനായി. ഞാൻ പാടിക്കഴിഞ്ഞിട്ട് ഇല്ല, ഞാൻ പറയുന്ന ഓരോ ആഗ്രഹങ്ങളുടെ കാര്യമാണ്, അതുകൊണ്ടാണ് മോക്ക് ഞാൻ പറയുന്നത്. അപ്പോൾ രാജാ സാറ് വന്നു, പാട്ട് പ്ലേ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ തൊട്ട് മുമ്പിലാണ്, അവിടെ കാണിക്കുമ്പോൾ നേരിട്ട് നിന്ന് പാടണം നമ്മളെ രാജാ സാറിൻ്റെ സ്റ്റുഡിയോയിൽ കേട്ടോ. സാറ് മുമ്പിൽ നിൽക്കും. അപ്പോൾ നിന്ന് പാടി സാറ് പാട്ട് പ്ലേ ചെയ്തു. ഒരു തവണ പ്ലേ ചെയ്തിട്ട് പിന്നെയും പ്ലേ ചെയ്തു. പിന്നെ എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് BP കയറി. കല്യാണം കഴിച്ചപ്പോൾ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. വല്ലാണ്ട് ആകെ പേർത്തൊഴുകി നാശി. ഇപ്പം സാറെന്താണ് പറയാൻ പോകുന്നതെന്ന് ശരത്തങ്ങളെന്ന് അറിഞ്ഞുകൂടാ.
പിന്നെ ഞാൻ ഇങ്ങനെ ദൈവത്തിനെ പോലെ കരുതുന്ന ഒരാൾ എൻ്റെ അടുത്തേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിത് ആകപ്പാടെ മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ Hello everyone. Welcome to Superstar Junior. Powered by Nirambara, Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges, Vijay Chata, Sujata Chechi, and Stephen Chata. And our celebrity guest, Sharat Sir. And നമ്മുടെ star orchestra Puligal. So നമ്മുടെ first contestant, Anjana. Anjana. Anjana ready ആണോ? അഞ്ജലി നമ്മുടെ ക്വാർട്ടർ ഫൈനൽസ് ആണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ശരത് സാർ ഇവിടെ ഉണ്ട്. ശരത് സാറിന്റെ കുറെ പാട്ടുകൾ അഞ്ജന ഇവിടെ പാടാറുണ്ട്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റൗണ്ട്സ് നോക്കിയിട്ട് വരാം ആദ്യം. ഓക്കേ, ഏത് റൗണ്ടാ മോൾ ചൂസ് ചെയ്യണേ? സ്കൂൾ ചോയ്സ്. സ്കൂൾ ചോയ്സ്. ഓക്കേ, അഞ്ജനയുടെ സ്കൂളും സ്കൂൾ ചോയ്സും കാണാം. JV കൃഷ്ണ. ഇതെൻ്റെ സ്കൂളാണ്. സ്കൂളിൻ്റെ പേര് BR മെമ്മോറിയൽ സെൻട്രൽ സ്കൂൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. ഇവരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഫേബ, കൃഷ്ണപ്രിയ, ജീന ആൻഡ് ജെനി. ഇനി ഇതെൻ്റെ മോൾ ക്ലാസ്സാണ്. Good morning, teacher. Morning, students. Sit down. So, ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ ജയകുമാരി മാം. നല്ല വിനയമുള്ള കുട്ടി, മ്യൂസിക്കിനോടൊപ്പം തന്നെ അക്കാഡമിക് സൈഡും അയാൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കാം എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം. സോ അവളുടെ ഒപ്പീനിയൻ നമുക്ക് കേൾക്കാം. ഞങ്ങൾ പറയുന്നതിനെക്കാട്ടി നല്ലത് ഈ ക്ലാസ്സിൽ 2 പെറ്റ്സ് ഉണ്ട്, അബ്രാമും പ്രണവും. അവർ പറയും. ഹായ്. അഞ്ജന ഫൈനലിൽ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. അതുകൊണ്ട് അഞ്ജനയ്ക്ക് ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ് അഞ്ജന. ഇനി നമുക്ക് എൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ മിസ്റ്റർ ബാലഗോപാൽ സാറിനെ പരിചയപ്പെടാം. വരും നാളുകളിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഗായികയാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉയരങ്ങളിലെത്തട്ടെ, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരാണ് ഈ സ്കൂളിലെ കൊയർ ടീം. ഈ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ ഇവർ തന്നെയാണ്. കാരണം ഈ സ്കൂൾ ചോയ്സ് എന്ന റൗണ്ടിൽ പാട്ട് സെലക്ട് ചെയ്ത് തരുന്നത് ഇവരാണ്. ഞങ്ങൾ അഞ്ജനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക നല്ലൊരു സോങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സിന്ദൂർ രേഖ എന്ന മൂവിയിലെ രാവിൽ വീണാനാദം എന്ന സോങ്ങാണ് ഞങ്ങൾ അഞ്ജനയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ സ്കൂളിന്റെ ചോയ്സും ശരത്തിന്റെ പാട്ടാണ് അഞ്ജനയ്ക്ക്. ഓ ദൈവമേ, അവരുടെ ആഗ്രഹം അഞ്ജന ശരത്തേട്ടന്റെ പാട്ട് പാടണം. സ്കൂളിലെ എല്ലാ ഫംഗ്ഷനും ശരത്ത് ഇതുവരെ മ്യൂസിക് ചെയ്ത എല്ലാ പാട്ടുകളും പാടിക്കഴിഞ്ഞോ? ശരത്തേട്ടാ, അപ്പോൾ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി ഒരു സിനിമ കമ്പോസ് ചെയ്യുമ്പോൾ കാക്കേ കാക്കേ അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് അഞ്ജനയെ കൊണ്ട് അതുപോലത്തെ ഒരു പാട്ടും കൂടെ പാടിക്കാൻ അഞ്ജന പാടാൻ വേണ്ടി. അതൊക്കെ അതൊരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ശരത് സാർ, ഈ പാട്ടിന്റെ എന്തെങ്കിലും ഒരു മെമ്മറീസ് എന്തെങ്കിലും? ഇതിൻ്റെ കമ്പോസിങ് രസമായിരുന്നു. കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു പാട്ടെന്ന് പറയുമ്പോൾ സിബിച്ചേട്ടനോടാണ് താങ്ക്സ് പറയേണ്ടത്. പിന്നെ രഘുനാഥ് പലേരി ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ അദ്ദേഹത്തിനോടും. അപ്പോൾ ഇങ്ങനൊരു പാട്ട് ഒരു ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. അതിലെ ഒരു മറ്റുള്ള സെറ്റപ്പുകളും ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സിബിച്ചേട്ടൻ ഇത് അങ്ങനെ ഓക്കെ പറഞ്ഞു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും സിബിച്ചേട്ടന് കുറേ താങ്ക്സ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു പാട്ട്. അതുമാത്രമല്ല, ദാസേട്ടൻ കുറേ ലേറ്റായിട്ട് രാത്രിയിൽ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ ഈ രാത്രി വരാറേ ഇല്ലടാ, ഇത് നിനക്ക് വേണ്ടി വന്നതാണ്
എന്ന് പറഞ്ഞിട്ട് പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു. പക്ഷെ അത് പുറത്ത് പറയാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ആ തമാശയാണ്. അത് ചേച്ചി ഉണ്ടായിരുന്നു അവിടെ ദാസൻ്റെ പാടാൻ വരുമ്പോഴും. അപ്പോൾ അത് പിന്നെ ഞാൻ വിജയുടെ അടുത്ത് പറഞ്ഞോളാം. അപ്പോൾ അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എന്ത് പാടിയാലും നമുക്കത് ആ ശബ്ദത്തിൻ്റെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ സുഖമാണ്. എന്ത് പാടിയാലും അല്ല, ദാസൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിജയ് ദാസൻ്റെ പച്ചത്തറി പറഞ്ഞാലും കേൾക്കാൻ നല്ല സുഖമാണ്. അല്ല, അങ്ങനെ ഒരു സൃഷ്ടിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മോനെ എന്തൊക്കെയാലും എനിക്ക് ഇത് കമ്പോസ് ചെയ്യുമ്പോഴും ഇത് കൈതപ്ര അണ്ണാച്ചിയാണ് ലിറിക്സൊക്കെ എഴുതിയത്. അപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല പ്ലസൻ്റായിട്ടുള്ള അനുഭവമായിരുന്നു ഇതിൻ്റെ ഒരു കമ്പോസിങ് സെറ്റപ്പ്. മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. കാരണം നമുക്കറിയാവുന്ന കുറേ ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് വന്നതിൽ എനിക്ക് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ ഒരു പ്ലസന്റ് അനുഭവം നമുക്ക് തിരിച്ചു കൊടുക്കാം. ഓൾ ദി ബെസ്റ്റ്. രാവിൽ വീണോനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയും വീണോനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ചന്ദനനൗകയിൽ സർപ്പം പാട്ടിലൊഴുകി വന്നു ഞാൻ പാരിടമാകവേ പനിനീർ തൂകി കരമുകിലുകൾ സ്വർണ്ണമത്സ്യങ്ങൾ നീന്തുമേ പൊന്മിഴിപ്പൊയ്ക കണ്ടുവോ തേനിലാപ്പൂക്കൾ വീഴുമേ സ്വപ്നലോകങ്ങൾ കണ്ടുവോ ഇതിലേ സ്മൃതിലയ മധുരിമ തഴുകിയ പ്രണയരാവിൽ വീണോനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ